മലബാറിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്ര മലബാർ കോളിംഗ് തുടരുകയാണ്. കണ്ണൂർ ജില്ലയിലാണ്, പറശ്ശിനിക്കടവിലാണ്. പറശ്ശിനിക്കടവ് മുത്തപ്പൻകാവ് ക്ഷേത്രത്തിന് തൊട്ടരികിലുള്ള ബോട്ട് ടെർമിനലിലാണ്. DTPCക്ക് കീഴിൽ തളിപ്പറമ്പ് DMC ആണ് ഈ കാണുന്ന ബോട്ട് ടെർമിനലിൻ്റെ നവീകരണം നടത്തിയിട്ടുള്ളത്. ഏതാണ്ട് 5 കോടി രൂപയാണ് ഈ ഒരു നവീകരണ പ്രവർത്തനത്തിനായി അന്ന് ചെലവഴിച്ചത്. ബോട്ടുകൾ വന്നടുക്കുന്ന ഈ പാതയോരത്ത് തന്നെ ഇരിപ്പിടങ്ങളും ലൈറ്റുകളുമെല്ലാം വളരെ കൃത്യമായി സെറ്റ് ചെയ്തായി കാണാം. വളപട്ടണം പുഴയിലൂടെ മനോഹരമായൊരു ബോട്ട് യാത്ര. ഈ കാണുന്ന പുഴയിലെ ഓളങ്ങൾക്ക് മുകളിലൂടെ ഒരു സഞ്ചാരം. ഒരു സായാഹ്നത്തിലാണെങ്കിൽ ബഹുകേമം എന്ന് പറയാം. എന്നാലും ഇവിടെ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരായിട്ടുള്ള ആളുകൾ, വിനോദസഞ്ചാരികളായിട്ട് ഈ പ്രദേശത്തെത്തുന്ന ആളുകൾ, അവരെല്ലാം വളപട്ടണം പുഴ ഇങ്ങനെ മാടി വിളിക്കുന്നുണ്ട്. പറശ്ശിനിക്കടവിലെ വിനോദസഞ്ചാര വികസനത്തിൽ ഏറ്റവും ആകർഷകമായ കാഴ്ചകളിലൊന്ന് ഇവിടെയുള്ളൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റാണ്. വളപട്ടണം പുഴയ്ക്ക് മേലെ ഇളകിക്കൊണ്ട് ഒരു ചായ കുടിക്കാം. ഇവിടെ വരുന്നവർക്ക് നല്ല സൗകര്യം. ഇപ്പം ടൂറിസ്റ്റുകൾ ഒരുപാട് നല്ല ഇതായിട്ട് വരുന്നുണ്ട്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. നല്ല ഒരു അറ്റ്മോസ്ഫിയർ കാണുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ക്ഷേത്രത്തോടനുബന്ധിച്ചിട്ട് വന്നിട്ട് ബാക്കിയുള്ള വിസ്മയ പാർക്ക്, സിനിക് പാർക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളുള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ പറശ്ശിനിക്കടവിൽ നിന്ന് മലബാർ കോളിങ്ങിൻ്റെ യാത്ര മറ്റൊരിടത്തേക്ക് പോവുകയാണ്. എന്തായാലും ഒരു നല്ല വൈകിട്ട് ഇവിടെ വന്ന് ഈ സായാഹ്നത്തിൽ ഇങ്ങനെ ഇരിക്കാനും ഒപ്പം തന്നെ വളപട്ടണം പുഴയിലൂടെ മനോഹരമായൊരു ബോട്ട് യാത്ര നടത്തുക എന്നുള്ള അനുഭവം വളരെ വലുതാണ്. അപ്പം മുത്തപ്പൻകാവിൽ തൊഴാൻ വരാം. തൊട്ടരികെ വളപട്ടണം പുഴയിൽ ആസ്വാദ്യകരമായ രീതിയിൽ ഒരു ബോട്ട് യാത്രയും നടത്താം. വലിയ മാറ്റങ്ങളാണ് ടൂറിസം രംഗത്ത് പറശ്ശിനിക്കടവിലും നമ്മൾ കാണുന്നത്. മറ്റൊരിടത്ത് കാണാം.